ഇനി വാർത്തകൾ വിശദമായി നോക്കാം. സർക്കാർ അനാസ്ഥയിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം പൂർണ്ണമായും താളം തെറ്റി. മേൽനോട്ടത്തിന് വേണ്ടത്ര ഉദ്യോഗസ്ഥരും പ്രവർത്തികൾ ചെയ്യാൻ ആവശ്യത്തിന് തൊഴിലാളികളുമില്ലാതെ നിർമ്മാണം ഇഴയുകയാണ്. ടൗൺഷിപ്പിൽ നിന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റിയിട്ട് മാസങ്ങളായി. പ്രൊജക്ട് മാനേജർ അടക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ടൗൺഷിപ്പിലില്ല. ഇടത് സർക്കാരിന്റെ കാലത്ത് ദിവസം 2000 തൊഴിലാളികൾ വരെ ഇടതടവില്ലാതെ ജോലി ചെയ്തിരുന്ന ടൗൺഷിപ്പിൽ ഇപ്പോൾ ദിവസേന 400-നടുത്ത് തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. വയനാട് ടൗൺഷിപ്പിലെ പണിക്ക് പഴയ ഗതിവേഗമില്ല. ആവശ്യത്തിന് തൊഴിലാളികളില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജീവനക്കാരുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന കിഫ്കോൺ ഉദ്യോഗസ്ഥരെ ഒരാഴ്ച മുമ്പ് സർക്കാർ സ്ഥലം മാറ്റി. പ്രൊജക്ട് മാനേജർ, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർമാർ, സൂപ്പർവൈസർമാർ എന്നിവരെയാണ് പിൻവലിച്ചത്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇവർക്ക് പകരം ഇതുവരെ നിയമനവും നടത്തിയിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ 149 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കി കൈമാറേണ്ടത്. ഇതിൽ 70%-ന്റെയും വാർപ്പ് വരെയൊക്കെ പൂർത്തിയായെങ്കിലും പ്ലാസ്റ്ററിംഗ്, പെയിന്റിംഗ്, പ്ലംബിംഗ്, വയറിംഗ് അടക്കം ജോലികളെല്ലാം ബാക്കിയാണ്. ഇടറോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ധാരാളം പൂർത്തിയാകാനുണ്ട്. വരുന്ന സെപ്റ്റംബറിലാണ് വീടുകൾ കൈമാറേണ്ടത്. ഇങ്ങനെ പോയാൽ സെപ്റ്റംബറിനകം വീടുകളുടെ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടെന്ന് ദുരന്തബാധിതർ പറയുന്നു. ഈ നാഥനില്ലാത്ത ഒരു കളരി പോലെയായി ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം. നിർമ്മാണ പ്രവർത്തനം പല സ്റ്റേജുകളിലാണ്. നമുക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ സെപ്റ്റംബറോട് കൂടിയൊക്കെ രണ്ടാം ഘട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോയാൽ സെപ്റ്റംബറിലും കിട്ടൂല. ഇടത് സർക്കാരിന്റെ കാലത്ത് ദിവസേന 2000-ഓളം തൊഴിലാളികളായിരുന്നു 3 ഷിഫ്റ്റുകളിലായി ടൗൺഷിപ്പിന് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പണിയെടുത്തിരുന്നത്. ഇപ്പോൾ ആകെ തൊഴിലാളികൾ 400-നടുത്ത് മാത്രമായി. ഇതോടെ നിർമ്മാണ പ്രവർത്തികൾ ഇഴയുകയാണ്. ഒപ്പം മഴക്കാലത്തിന്റെ തടസ്സങ്ങളും. ആ ടൗൺഷിപ്പിന്റെ മഹിമ ഇല്ലാതാക്കാൻ, ആ പദ്ധതി പൊളിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ രാഷ്ട്രീയ നികൃഷ്ടമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഇപ്പോഴത്തെ ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ഇടപെടുകയാണ്. മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതിയെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇടപെടുന്ന രീതി ശരിയല്ല. സർക്കാർ ഇതിനകത്ത് പിന്മാറണം. പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടെ പുനർനിയമിക്കണം. സാധാരണ ജനങ്ങളുടെ മേലെ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിൻവലിച്ച ഉദ്യോഗസ്ഥർക്ക് പകരം ഉടൻ നിയമനം നടത്തണം. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് ജോലികൾ വേഗത്തിലാക്കണം എന്നാണ് നാട്ടുകാരുടെയും ദുരന്തബാധിതരുടെയും ആവശ്യം. മുബാറക് M, ന്യൂസ് മലയാളം, വയനാട്.